ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ പടം കണ്ടു. കുഞ്ചാക്കോവനൊക്കെ നല്ല കിടിലൻ പെർഫോമൻസ് ഉള്ള ഒരു പടമാണ്. കുഞ്ചാക്കോവൻ മാത്രമല്ല ദിലീഷ് പോത്തൻ്റെയും സച്ചിൻ ബോബിയുടെയും മറ്റേ ചിദംബരം, പ്രത്യേകിച്ച് കുഞ്ചാക്കോ അവരുടെ കരിയറിലെ ഏറ്റവും കിടിലൻ പെർഫോമൻസ് ഉള്ള ഒരു പടമാണെന്ന് പറയും. പക്ഷേ ആസ് എ മൂവി ഇറ്റ്സ് നോട്ട് ആൻ എൻ്റർടൈനർ. അതാണ് എനിക്കൊരു വിഷയമായിട്ട് തോന്നിയത്. കാരണം ഇതിങ്ങനെ കണ്ടിരിക്കും, പക്ഷേ ഒരു ടേക്ക് അവേ എന്നൊരു സംഭവമില്ല. നമുക്ക് ഇനി ഒരു വട്ടം കൂടി കാണുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കാണില്ല. കാരണം എനിക്ക് അവസാനമൊക്കെ ആയപ്പോഴേക്കും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും. കാരണം ഒരു പർട്ടിക്കുലർ ജോണറിൽ പെടാത്തൊരു പടമാണ്. ഇത് ഇന്ന ജോണർ അല്ലെങ്കിൽ ഇന്ന ഫോക്കസ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തിലേക്കാണ് ഈ ഒരു പടം പോക്ക് എന്നുള്ളത് നമുക്കൊരു ഐഡിയ തരാണ്ട് ഇങ്ങനെ പോയി എങ്ങനെയൊക്കെയോ അവസാനിപ്പിച്ച പോലെ. ആൻഡ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കുറേ പൊളിറ്റിക്സ് ഉണ്ട്. അത് സറ്റൈറിക്കലായിട്ടാണ് കുറേ സമയത്തൊക്കെ പറയുന്നതെങ്കിലും ചില സമയത്തൊക്കെ വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. ചില സമയത്ത് ഒരു പക്കാ സറ്റൈറിക്കലായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മിക്സ്ഡ് ഓഫ് സാധനങ്ങളായിട്ടാണ് പോകുന്നത്. സിനിമയിൽ ഞാൻ ഈ പറഞ്ഞ ഈ 4 പേരെ തന്നെ, ഈ 4 പേരുടെ ക്യാരക്ടേഴ്സിനെ തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് നമ്മൾ കാണുക. പ്രത്യേകിച്ച് ദിലീഷ് പോത്തൻ്റെയും കുഞ്ചാക്കോവിൻ്റെയും ചിദംബരത്തിനൊക്കെ ക്യാരക്ടർ നമ്മൾ റിപ്പീറ്റ് അടിച്ച് കാണുന്നുണ്ടെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഇവരോടൊന്നും വരുന്നില്ല. അത് റൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ത്രൂ ഔട്ട് ഈ സിനിമയിൽ 2-2.25 മണിക്കൂർ നമ്മളിവരെ കണ്ടെങ്കിലും നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സംഭവം ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അവർക്കൊന്നും പറ്റില്ലെന്നോ അല്ലെങ്കിൽ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും സിനിമയിൽ എനിക്ക് കണക്റ്റ് ആയില്ല. എനിക്ക് അതൊന്നും തോന്നിയില്ല. അതിൻ്റെ മെയിൻ പ്രശ്നം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു സറ്റൈറിക്കൽ മോഡ് ചില സമയത്ത് പിടിക്കുന്നു, ചില സമയത്ത് പടം സീരിയസ് ആവുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഷിഫ്റ്റ് ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഒരു പ്രോപ്പർ കണക്ഷൻ വെച്ചിട്ടല്ല നമ്മൾ ഈ സിനിമയിൽ ഇങ്ങനെ ത്രൂ ഔട്ട് ഒരു ഡിസ്റ്റൻറ്റിലാണ്, ഒരു കയ്യകലത്താണ് ഈ ക്യാരക്ടേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരോടൊരു ഫീലിങ്സ് നമുക്ക് വരാത്തത് കൊണ്ട് ഒരു പ്രോപ്പർ അറ്റാച്ച്മെൻറ്റ് ഈ ക്യാരക്ടേഴ്സിനോട് നമുക്ക് വരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ സിനിമയിൽ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ചിരിക്കാണ്ടത് ചോദിച്ചാൽ ഇല്ല, ഇതിലിപ്പോൾ കരയാണ്ടത് ചോദിച്ചാൽ ഇല്ല, ഇതിലിപ്പോൾ നമുക്ക് പൊളിറ്റിക്കലി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു ചോദിച്ചാൽ അതുമില്ല. ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു പോയൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് സ്ട്രിക്ട്ലി ഈ ഒരു പർട്ടിക്കുലർ ഓഡിയൻസിന് പറ്റും, ചിലവർക്ക് പറ്റില്ല. ആ ഒരു മോഡലൊരു സാധനമാണ്. ഇപ്പോൾ എനിക്ക് തീരെ പറ്റാത്തതുപോലെ ഒരുപക്ഷെ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. സോ 2 എക്സ്ട്രീമിൽ നിൽക്കുന്നൊരു പടമാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പേഴ്സണലി ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അത് നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോനെ പ്രത്യേകിച്ച് ഒരു മോണാക്ട് പോലെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യുന്നു. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂപ്പരുടെ കരിയറിലെ മികച്ച പെർഫോമൻസ് ആണെന്ന് പറയും. പക്ഷേ ഈ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആസ് എ ഹോൾ ഒരു മൂവി എന്ന രീതിക്ക് ഇറ്റ്സ് നോട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല, എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. എല്ലാവർക്കും കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പടം ചിലപ്പോൾ തീരെ പറ്റില്ല. ഞാൻ സെക്കൻഡ് പറഞ്ഞ കാറ്റഗറിയിലാണ്. നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.